അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയം, ബോംബെയിൽ ഒരു കുടുംബം മുഴുവനും വെള്ളച്ചാട്ടത്തിൽ ഒഴുകിപ്പോയി. ലോനാവാല ബൂഷി അണക്കെട്ടിലാണത് സംഭവിച്ചത്. ബോംബെയിലാണെന്ന് മനസ്സിലാക്കുന്നു. എല്ലാ വാട്സപ്പുകളിലും യൂട്യൂബുകളിലും വന്ന ഒരു ലൈവായിട്ടുള്ള വിഷയമാണ്. അവർ സെൽഫി എടുക്കാൻ വേണ്ടി പോയതാണെന്ന് മനസ്സിലാകുന്നു. കുറച്ച് ആളുകൾ വെള്ളത്തിൻ്റെ ഇപ്പുറത്തുമുണ്ട്. ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു 6-7 അംഗമാണ്. ഫാമിലി മുഴുവനും ആ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അത് ലൈവായിട്ട് കാണുന്നുണ്ട് ഒഴുകിപ്പോകുന്നത്. കുറേ നേരം, ഒരു അരമണിക്കൂറിലേറെ അവിടെ പിടിച്ചു നിന്നു. പിന്നെ രക്ഷിക്കാനാവാതെ കൈവിട്ടു ആ ഒഴുക്കിൽപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഞാനതിൻ്റെ പകുതി വീഡിയോ കണ്ടു. അവസാനം ഭാഗം വരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. കാരണം അവരുടെ അട്ടഹാസവും മരണവെപ്രാളത്തിൻ്റെ നിലവിളിയും അത് ഏതൊരു മനസ്സിനെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തു ചെയ്യാനാണ്? മരണം എത്തിക്കഴിഞ്ഞാൽ ഒന്നും രക്ഷപ്പെടാൻ സാധ്യമേ അല്ല. ലാ മാനിയലിമ അഴത്തീത്ത വല മൂത്തിയലിമ മനയത്ത. അള്ളാഹ് കൊടുക്കുന്നതിനെ തടയുന്നവനില്ല, അള്ളാഹ് തടഞ്ഞതിനെ കൊടുക്കുന്നവനില്ല എന്ന് പറഞ്ഞതുപോലെ അവിടെ പരിസരത്തുള്ള ആളുകളൊക്കെയും രക്ഷപ്പെടുത്താൻ, അവരെ ജീവൻ കൊടുക്കാൻ, അവരെ രക്ഷ നൽകാൻ അവർ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അത് സാധിക്കുന്നില്ല. കാരണം അല്ലാഹു തആല അങ്ങനെയാ തീർമാനിച്ചിട്ടുള്ളത്. ഈമാനിൻ്റെ 5ാമത്തെ ഒരു കാര്യമാണ് അൽ ഈമാനു ബിഖദ്രിഹി ബിഖൈരിഹി വശർരിഹി. ഖൈറായ ഖദർ കൊണ്ടും ഷറായ ഖദർ കൊണ്ടും വിശ്വസിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല എല്ലാം മുസ്ലിമീങ്ങളാണ്. ആരുമാകട്ടെ, അവിടെ ജാതി മതമോ വ്യത്യാസമില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ജീവനാണ് അവിടെ ഉള്ളത്. അല്ലാഹു തആല അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. സെൽഫി എടുക്കാൻ വേണ്ടി പോയതാണ്. അവരെ മരണം പിടികൂടി എന്നുള്ളതാണ്. കാരണം അവർ സെൽഫി എടുക്കാൻ പോകുമ്പോൾ കുറച്ച് വെള്ളമാണുള്ളത്. പെട്ടെന്ന് മഴ വന്നു, പെട്ടെന്ന് വെള്ളപ്പൊക്കം, അവിടെ വെള്ളച്ചാട്ടമുണ്ടായി. രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ. എത്ര സംഭവങ്ങളാണ് മഴക്കാലത്ത്. വലാ തുൽഖു ഐദിയക്കും ഇല തഹ്ലുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ കരങ്ങളെ നാശത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ഇടരുതെന്ന. മഴക്കാലത്തിൽ വെള്ളച്ചാട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും. കാണാൻ നല്ല കൗതുകമാണ്, കാഴ്ചയാണ്. സെൽഫി എടുക്കാൻ തോന്നും, കുളിക്കാൻ തോന്നും. പക്ഷേ ആ സെൽഫി എടുക്കലും കുളിക്കാനുള്ള ആ ഒരു സന്തോഷവും അത് നിങ്ങളെ മരണമാണ് എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് മനുഷ്യൻ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുക? കാരണം അവിടെ മരണം സംഭവിക്കും, നാശം സംഭവിക്കും എന്നുള്ള കൂടുതൽ സാധ്യത ഉണ്ട് എങ്കിൽ പിന്നെ അവിടെ പോയി അതിലേക്ക് ചാടുക എന്നുള്ളത് ആത്മഹത്യക്ക് സമാനമല്ലേ? അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ. രക്ഷിതാക്കൾ പ്രത്യേകിച്ചിട്ടും മനസ്സിലാക്കണം, കുട്ടികൾ എത്രയാണ് മരണപ്പെട്ടു പോവുക. ഇന്നലെ കേരളത്തിൽ തന്നെ, സ്ഥലം എനിക്ക് ഓർമ്മയില്ല, ഒരു മഹല്ലിൽ ഒരേ മദ്രസയിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ ജനാസ നാട്ടുകാരുടെ മുമ്പിൽ കഫൻ ചെയ്തു മറവ് ചെയ്തു. എവിടെയാണ്? കുളിക്കാൻ കിണറ്റിലേക്ക് ഇറങ്ങിയതാണ്. അവിടെ അപകടത്തിൽ, മരണത്തിൽ, വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബീച്ചിലേക്ക് പോകുന്ന ആളുകൾ, പ്രത്യേകിച്ചിട്ട് ഉള്ളാള ബീച്ച്, അതുപോലെ തന്നെ മറ്റുള്ള ബീച്ചുകളിലേക്ക് പോകുന്ന ആളുകൾ, പോലീസ്മാർ കഴിയുന്നത്ര ഓടിക്കും. പരിസരത്തുള്ള ആളുകളൊക്കെയും പറയും. എങ്കിലും നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ കുട്ടികൾ അതിനെ ഗവനിക്കാതെ ബീച്ചിലേക്ക് പോയി അപകടത്തിലേക്ക് ചെന്നെത്തുക എന്നുള്ളത് ആത്മഹത്യക്ക് സമാനമാവൂലേ? ഷഹീദിന്റെ കൂലി എങ്ങനെയാ കിട്ടുക? അവിടെ നാശം സംഭവിക്കുമെന്ന് അറിഞ്ഞിരിക്കെ
അപകടം കൂടുതൽ സാധ്യമാണ് എന്ന് അറിഞ്ഞിരിക്കെ പിന്നെ അതിലേക്ക് ചെന്നെത്തുക എന്നുള്ളത് ആത്മഹത്യയല്ലേ? അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്, കടലുണ്ടി തങ്ങൾ ഉസ്താദ് അവർ പറഞ്ഞിട്ടുള്ളത്, ബദർ ഉസ്താദാത്ത് കടലുണ്ടി തങ്ങൾ പറഞ്ഞത്, ബൈക്ക് അപകടത്തിൽ പെട്ടുപോകുന്ന ഒരുപാട് ഉസ്താദുമാർ, ഒരുപാട് സാധാരണക്കാരുണ്ടാകും. അതൊക്കെയും അതിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ അമിതമായ വേഗത്തിൽ പോയി അപകടത്തിലേക്ക് ചെന്നെത്തുന്ന മയ്യത്തിനിക്ക് ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല എന്ന് വരെ ബദർ ഉസ്താദാത്ത് തങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടില്ലേ? ആ വോയിസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകാം. അത് വല്ലാത്ത ഒരു വാക്കല്ല. മയ്യത്ത് നിസ്കരിക്കൂല എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കാണോ? ആരാണ് പറയുന്നത്? മുസ്ലിമീങ്ങളുടെ അഭിമാന പണ്ഡിതൻ, ആധികാരിക പണ്ഡിതൻ ബദർ ഉസ്താദാത്ത് തങ്ങളാ പറയുന്നത്. കാരണം അപകടത്തിൽ കൂടുതൽ സ്പീഡിൽ പോയി നിയമങ്ങൾ പാലിക്കാതെ മരണത്തിലേക്ക് എത്തുക എന്നുള്ള ആത്മഹത്യക്ക് സമാനമാണ് എന്നാണ് ബദർ ഉസ്താദാത്ത് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് വല്ലാത്ത ഒരു വാക്ക് തന്നെയാണ്, ഞാൻ പറഞ്ഞതല്ല. എന്നതുപോലെ വെള്ളച്ചാട്ടങ്ങളിലും ബീച്ചുകളിൽ പോയി അവിടെ ഈ മഴക്കാലത്ത്, പ്രത്യേകിച്ചിട്ട് മഴക്കാലത്ത് ഈ അപകടത്തിലേക്ക് ചെന്നെത്തുക എന്നുള്ളത് അത് നാശത്തിലേക്ക് പോയി ചെന്നെത്തുകയല്ലേ ചെയ്യുന്നത്. വെള്ളത്തിൽ മരിച്ചാൽ ഷഹീദിന്റെ പ്രതിഫലം ഉണ്ട്. അത് എപ്പോഴാ കരുതിക്കൂട്ടി പോയി അതിലേക്ക് ചെന്നെത്തിയവനിക്കല്ല. അകസ്മിതമായിട്ട് അപകടത്തിൽ പെട്ടുപോയാൽ അവനിക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. ആ കുടുംബത്തിനിക്ക് ലോനാവാല ഭൂഷി അണക്കെട്ട് ബോംബെയിലാണെന്ന് മനസ്സിലാക്കുന്നു. ആ കുടുംബത്തിനിക്ക് അള്ളാഹു താല സമാധാനം നൽകുമാറാകട്ടെ. മരിച്ചുപോയ അവർക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. നാം മനസ്സിലാക്കണം. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാനത് പരിപൂർണമായി കണ്ടിട്ടില്ല, കാണാനുള്ള മനസ്സില്ല. കാരണം അത്രക്കും ആ കുട്ടികൾ, ഫാമിലികൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിസരത്തുള്ള ആളുകളെ ഒന്ന് രക്ഷപ്പെടുത്തൂ, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് നിലവിളിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ മരണത്തിന്റെ ഖൗഫുൽ, പേടിയിൽ നിന്നുകൊണ്ടുള്ള അട്ടഹാസം എല്ലാ മനസ്സിനെയും അത് വേദനിപ്പിക്കുന്നു, അമ്പരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഞാൻ ആ വീഡിയോ പരിപൂർണമായി കണ്ടിട്ടില്ല, എന്നാലും കുറച്ച് ഭാഗം കാണലോട് കൂടെ ഞാൻ അത് എന്താക്കി സ്റ്റോപ്പ് ചെയ്തു. നിങ്ങൾ ആ കുറച്ച് ഭാഗം, അതിൻ്റെ അവസാന ഭാഗം വരെ ഞാൻ കാണിക്കുന്നില്ല. ആ ഇന്ന സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ കാണിക്കും. നോക്കുക നിങ്ങൾ. ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആരുടെ ഭാഗത്താണ് തെറ്റ് വന്നിട്ടുള്ളത്? സെൽഫി എടുക്കാൻ പോയി അവരുടെ സ്വാഭാവിക, ഇന്നത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഫോട്ടോകളും സെൽഫികളും വർദ്ധിച്ച കാലമാണല്ലോ. എന്നാൽ സെൽഫി എടുക്കാൻ പോയി അവിടെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വെള്ളം വന്നു, അപകടത്തിൽ പെടുന്നു. അവർ അരമണിക്കൂറിലേറെ അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിലവിളിക്കുകയാണ്. പരിസരത്തുള്ള നല്ല ചുരുചുരുക്കുള്ള 30-35 വയസ്സുള്ള നല്ല ചുരുചുരുക്കുള്ള ബാല്യക്കാർ എത്രയോ ഉണ്ട്. പക്ഷെ അവർക്ക് രക്ഷപ്പെടുത്താൻ ഇവിടെ സാധിക്കുന്നില്ല. ഇവിടെ തെറ്റ് ആരുടെ ഭാഗത്താണ്? അത്തരം ആളുകൾ ഉണ്ടായിട്ട് പോലും അരമണിക്കൂറിലേറെ അവർ നിലവിളിക്കുമ്പോൾ എന്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മനസ്സിലാക്കണം. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലിമൂ അബ്നാക്കും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിക്കണം അസ്സബാഹത വറമായത വൽ ഫുറൂസിയ. 3 കാര്യം പ്രത്യേകിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നീന്താൻ പഠിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചതാ. എന്നാൽ അറബി രാജ്യത്ത് കൂടുതൽ തോടുകളും മഴകളും ഒക്കെയും ഇല്ലായിരുന്നു.
എന്നാലും ഇത് ലോകത്ത് അന്ത്യനാൾ വരെ വരുന്ന സമുദായത്തിനിക്ക് ഒരു പാഠമാകട്ടെ എന്നുള്ളതാണ്. അല്ലിമു അബ്നാകും അസ്സബാഹത, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നീന്താൻ പഠിപ്പിക്കൂ എന്നുള്ളതാണ്. എവിടെയാണ് ഈ ഹദീസ് പാലിക്കുന്ന ആളുകൾ? പഴയ കാലത്തൊക്കെ നീന്താൻ പഠിപ്പിക്കുന്ന നമ്മുടെ മുൻഗാമികളായ ഉപ്പാപ്പന്മാർ, ഞങ്ങളെ ഉപ്പമാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ചിന്തിക്കാതെ കേവലം മൊബൈലിലും ടിവിയിലും കളിയുടെ മുമ്പിൽ മാത്രമാണ് എങ്കിൽ ഇത്തരം അപകടം പെടുമ്പോ രക്ഷപ്പെടുത്താൻ നിന്റെ ഇംഗ്ലീഷ് എവിടെയാ? നിന്റെ സയൻസ് എവിടെയാ? നിന്റെ ആധുനിക ടെക്നോളജിയുടെ പഠനം എന്തിനാ ഉള്ളത്? ഒരു സ്കൂളിലും പോകാത്ത കേവലം 1 or 2 ക്ലാസ് പഠിച്ച ആളുകൾ നീന്താൻ പഠിച്ചാൽ അതല്ലേ വിജയം? ഇവിടെ ഒരു ഗുണവുമില്ല. നീ എത്ര വലിയ ആളായാലും വെള്ളത്തിന്റെ മുമ്പിൽ നീ പരാജിതനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലിമു അബ്നാകും അസ്സബാഹ, നീന്താൻ പഠിപ്പിക്കൂ എന്നുള്ളത്. എവിടെയായത് പാലിക്കുന്നത്? മഹല്ല് കമ്മിറ്റിന്റെ കീഴിലോ? മദ്രസ വിദ്യാഭ്യാസങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് പോലെ തന്നെ നീന്താനുള്ള സംവിധാനവും മഹല്ല് കമ്മിറ്റി ഒരുക്കണം, നാട്ടുകാർ ഒരുക്കണം. എന്താ കാരണം? ഇത് ഞാൻ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ, കൽപ്പിച്ചതാ. നിർബന്ധമായിട്ടും നിങ്ങളെ കുട്ടികൾക്ക് നീന്താൻ പഠിപ്പിക്കണം. ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. ചെറുപ്പം മുതൽക്ക് വലിയ ആളുകൾക്ക് പഠിപ്പിക്കണമെന്നല്ല പറഞ്ഞത്, പ്രായപൂർത്തിയായവർക്കൊന്നല്ല. ചെറിയ പ്രായം മുതൽക്കേ നീന്താൻ പഠിപ്പിക്കണമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. അത്തരം ആളുകൾ ഉണ്ടായിട്ട് പോലും ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ അവർക്ക് നീന്താൻ അറിയാത്തത് കൊണ്ടായിരിക്കാം. അതാണ് ഞാൻ അവിടെ ചിന്തിക്കുന്നത്, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നീന്താൻ പഠിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, ഇന്നലെ മുഞ്ഞാന്ന് കേരളത്തിൽ 2 കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ഇങ്ങനെ എത്ര കുട്ടികളാണ്, എത്ര ബാല്യക്കാരാണ്? നീന്താൻ പഠിപ്പിക്കണം. കാരണം ഏത് സമയത്തും വെള്ളത്തിൽ വീണ് അപകടം സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നീന്താൻ പഠിപ്പിക്കണമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ്. ആ സംഭവം നോക്ക് നിങ്ങൾ. ഫാമിലി മുഴുവനും രക്ഷപ്പെടുത്താൻ അട്ടഹാസിക്കുമ്പോൾ പരിസരത്തുള്ള ഒരു ചങ്കൂറ്റമുള്ള ഒരു ബാല്യക്കാരൻ, 30 വയസ്സും 35 വയസ്സുള്ള ബാല്യക്കാരനിക്ക് ആ വെള്ളത്തിൽ ചാടാൻ ധൈര്യം വന്നില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കാം? വീണുന്നത് പോലെ നീന്താൻ അറിയാത്തത് കൊണ്ടായിരിക്കാം. കാരണം അത്രക്കും ആ കുട്ടികളും പെണ്ണുങ്ങളും നിലവിളിക്കുകയാണ് മരണവെപ്രാളം കൊണ്ട്. അരമണിക്കൂറിലേറെ ഉണ്ടായിട്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അല്ലിമു അബ്നാകും അസ്സബാഹ, ഇതെല്ലാവർക്കും പാഠമാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ടതാ. എല്ലാ മഹല്ല് കമ്മിറ്റിക്കാരും എല്ലാ ഉസ്താദുമാരും കുട്ടികൾക്ക് നീന്താൻ പഠിപ്പിക്കുക എന്നുള്ള സംവിധാനം ഉണ്ടാക്കണം. അതാണ് വേണ്ടത്. കാരണം കേവലം മൊബൈൽ, കേവലം ആധുനിക സംവിധാനങ്ങൾ മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു ശൈലിയാകരുത്. മറിച്ച് നീന്തൽ അത് അവൻ്റെ ശരീരത്തിനെ രക്ഷിക്കും. അതുപോലെ തന്നെ അപകടത്തിൽ ആരെങ്കിലും പെട്ടുപോയാൽ അവരെ രക്ഷപ്പെടുത്താനുള്ള വലിയ ഒരു ആയുധമാണ് നീന്തുക എന്നുള്ളത്. മാത്രമല്ല, നീന്താൻ പഠിച്ചാൽ ആരോഗ്യത്തിനിക്ക് വലിയ ഹെൽത്തും കൂടിയാണത്. നിന്റെ ഷുഗർ, നിന്റെ പ്രഷർ, നിന്റെ നടുവേദന, നിന്റെ മുട്ടുവേദന എല്ലാം അതിൽ നിന്ന് ശിഫയായി കിട്ടും. അത്രക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനഃശാസ്ത്രവും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രവും പഠിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത് അല്ലിമു അബ്നാകും അസ്സബാഹ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ചെറുപ്പം മുതൽക്കേ നീന്താൻ പഠിപ്പിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മതമായത് പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് ശാസ്ത്രജ്ഞനാ പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് ബുദ്ധിമാനാ പഠിപ്പിച്ചിട്ടുള്ളത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ.